ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഇവിടെ ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റീഡിങ്ങിൽ യൂസ് ചെയ്ത കാർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, അതായത് ക്യൂൻ ഓഫ് വിസ്ഡം. ഇത് വന്നിട്ട് സെക്കൻഡ് പൈൽ പേജ് ഓഫ് ഇൻ്റലിജൻസ്. ഇത് വന്നിട്ട് തേർഡ് പൈൽ ക്യൂൻ ഓഫ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നിലും നിങ്ങൾക്ക് ഏത് പൈലിലോട്ടാണ് അട്രാക്ഷൻ പോകുന്നത്, ആ ഒരു എനർജി ചൂസ് ചെയ്തിട്ട്, ആ ഒരു പൈൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് തന്നെ എടുക്കാം. നിങ്ങൾക്ക് വന്നിട്ട് ക്യൂൻ ഓഫ് വിസ്ഡം ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു വീക്കിൽ എനിക്ക് ഒത്തിരി ഹീലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ബോഡി പെയിൻ ആയിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും, ആ ഒരു എനർജി ഹീലിങ്ങിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരെ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ തനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ സെൽഫ് കെയർ റുട്ടീനിൽ കുറച്ച് പേര് ശ്രദ്ധിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രദ്ധിക്കുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങളെ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ കാം ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് വന്നിട്ട് ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ന്യൂസ് ത്രൂ, കുറച്ച് പേർക്ക് ബുക്സ് ത്രൂ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളറിയാതെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേരുടെ റിലേഷൻഷിപ്പിലും ഒരു ഹീലിംഗ് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെൻ്റലി അത് നിങ്ങളെ ഒത്തിരി സ്ട്രെസ്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ബാലൻസ്, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു, എത്രത്തോളം നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നു, അത്രയും നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, നന്നായിട്ട് നിങ്ങളുടെ വിസ്ഡം യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, Ten of Pentacles, Five of Pentacles. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ മണി ഫിനാൻസ് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേര് ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് ലാക്ക് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി സെയിം തന്നെ. ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റി, പെയിൻ, പാസ്റ്റിലെ എനർജീസ്, ഓക്കെ, ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് എഗെയിൻ ഇവിടെ പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് പേഷ്യൻസിൻ്റെ ആവശ്യം, എഗെയിൻ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് സ്ലോ ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് എങ്ങനെ പുറത്ത് കിടന്ന് ഗ്രോത്തിൽ എനിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഓൾറെഡി ഞാൻ മനസ്സിലാകാതെ ഇരിക്കുന്ന ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്,
കാരണം ഇവിടെ വന്നിട്ട് ഒരു കപ്പ് ഫുള്ളായിട്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വന്നിട്ട് സാഡ്നെസ്, പഴയ കാര്യങ്ങളിൽ ആലോചിച്ചിരിക്കണോണ്ടിട്ട് ആ ഒരു കപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവർ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിസ്ഡം തിരിച്ചറിയുക. ഓക്കെ, കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കുക. Queen of Pentacles. ഈ ഒരു വീക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് അഗെയിൻ മദർ ഹീലിംഗ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഫെമിനിൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അവിടെ കുറച്ചും കൂടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കും. ആ ഒരു എനർജി നിങ്ങളെ ഈ ഒരു വീക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മദറിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് കുറച്ച് പേർക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് ലഭിക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആ ഒരു എനർജിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസിൻ്റെ ബ്ലെസ്സിങ്ങും ആകാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റാർ കാർഡ്, ഹൈറോഫന്റ്. നിങ്ങളുടെ മണി ഫിനാൻസിൽ ഒത്തിരി ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു മെസ്സേജ് റിസീവ് ആകുന്നുണ്ടാകാം നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേർക്ക് അത് ഇൻറ്റ്യൂട്ടീവ്ലി ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം മണി ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, ഓക്കെ, എവിടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് അഗെയിൻ ഈ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഹൈറോഫൻറ്റും വന്നിട്ട് ഇവിടെ ഒരു ഹൈ വൈബ്രേഷൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേര് ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പോസിറ്റിവിറ്റി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഹയർ നോളേജ്, അഗെയിൻ ഹയർ വിസ്ഡം നേടാനായിട്ട്, കരിയറിൽ ഉയർന്ന എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഉയർന്ന തലത്തിലോട്ട് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുതരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഈ ഒരു വീക്ക് നടക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻ്റർവ്യൂ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ എക്സാം പാസ്സാകുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യുന്നതാകാം. ഓക്കെ, ആ ഒരു എനർജി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുക, ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലിരിക്കുക, ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിലിരിക്കുക, അല്ലെങ്കിൽ ലോൺലിനെസ് നിങ്ങൾ ചൂസ് ചെയ്യുക, ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന എനർജി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കാരണം 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് ചിലപ്പോൾ ഇത് ഇന്നർ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അതായിരിക്കാം ഇവിടെ എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക ഔട്ടർ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. നിങ്ങൾക്ക് 3 5 വന്നിട്ടുണ്ട്, 5 5 5. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ചേഞ്ചിൽ കൂടെ നിങ്ങൾ ഈ ഒരു വീക്ക് കടന്നു പോകുന്നതാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ട്രാൻസിഷൻ, എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന എനർജി, എന്തെങ്കിലും ഒരു ന്യൂ ഏരിയയിലോട്ട് കടക്കുന്ന എനർജി, അതെല്ലാം ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ചേഞ്ചസ് നിങ്ങൾക്ക്, ആ ഒരു എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ വരാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. Expect a miracle. Dear God and Archangel Raphael, thank you for your miraculous intervention and healing energy. ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ഇൻ്റർവെൻഷൻ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഹൈ വൈബ്രേഷൻ എനർജി, ഒരു ഹയർ പവറിൽ നിന്നിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടാണ്. എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം ഈ ഒരു വീക്കിലോട്ട്. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിലോട്ട്? I am in perfect balance. ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ്. മണി സ്പെൻഡ് ചെയ്യണ സമയത്ത് ബാലൻസ്, ഫാമിലിയുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ വർക്കും ഫാമിലി ലൈഫിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഓഫീസ് ലൈഫ്, നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്സും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഫർമേഷൻ താഴെ എഴുതാവുന്നതാണ്. ഐ ആം ഇൻ പെർഫെക്റ്റ് ബാലൻസ്. ഈ ഒരു എനർജി, ഓക്കെ, ക്യൂൻ ഓഫ് വിസ്ഡത്തിൻ്റെ എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. പൈൽ നമ്പർ 2. ഓക്കെ, ഇവിടെ വന്നിട്ട് പേജ് ഓഫ് ഇൻ്റലിജൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, എന്തെങ്കിലും ന്യൂസ്, പുതിയ ഐഡിയാസ് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ബിസിനസ് ഐഡിയാസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ന്യൂ പ്രൊജക്ട്സ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ പേജസ് വന്നിട്ട് കുറച്ചൊരു എക്സ്പീരിയൻസ് കുറവുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ കുറച്ചും കൂടെ വിജിലൻ്റ് ആയിട്ട്, കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ പുതിയ ഐഡിയാസ് ആയിക്കോട്ടെ, നിങ്ങൾ മറ്റുള്ളവരോട് എന്താണ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയറമെൻറ്റ് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. കുറച്ച് പേരോട് ഫയർ എലമെൻറ്റ്, ഓക്കെ, ഫയർ, സ്മോക്ക്, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. Eight of Swords, 5 of Cups. Okay. The Magician, 6 of Pentacles. ബാക്കിൽ വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ 8 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ട് ഒത്തിരി ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്, ഒത്തിരി സ്പീഡാണ് കാണിക്കുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ചിലപ്പോൾ കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അലൈൻമെൻറ്റിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ ഇവിടെ
3D റിയാലിറ്റിയിലോട്ട് വരാനായിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജി പാസ്റ്റിലെ ആ ഒരു ട്രബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ എപ്പോഴാണ് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നത്, എപ്പോഴാണ് എനിക്കിതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നത്, കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു എനർജിയിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ഡിലേ ആകുന്നതാണ്. ഓക്കെ, സ്ലോയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം ഈ ഒരു മജീഷ്യൻ്റെ എനർജി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എവിടെയാണ് പോസിറ്റീവ് സൈഡ് ഉള്ളത്, എവിടെയാണ് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി റിസീവിങ് എനർജിയിലിരിക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി ബ്ലെസ്സിങ്സ് ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, പയൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചൊരു സ്റ്റക്ക് എനർജിയിൽ ഇരുന്നിട്ടുണ്ട്, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു എനർജി ഷിഫ്റ്റ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു എനർജി ഷിഫ്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ട്രബിൾസ്, ഒത്തിരി ഇമോഷണൽ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാം എനർജിയിലോട്ട് മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് ആയിരിക്കാം, ഓൾഡ് പാറ്റേൺസ് ആയിരിക്കാം. ഓക്കെ, അത് അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ് ഈ ഒരു വീക്ക് സംഭവിക്കുന്നുണ്ടാകാം. പേജ് ഓഫ് വോൺസിൻ്റെ എനർജി, എഗെയിൻ പേജാണ് വന്നിരിക്കുന്നത്. ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, മണി ഫിനാൻസ് ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണം, കുറച്ചും കൂടെ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് സ്റ്റേജിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നത്. എഗെയിൻ ന്യൂ ഇൻസ്പിറേഷൻസ് ഈ ഒരു വീക്കിലോട്ട് കടന്നു വരുന്നുണ്ടാകാം, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ 7 ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പേജ് ഓഫ് ഇൻ്റലിജൻസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ലെവലിലോട്ട് ഉയരുന്നുണ്ടാകാം, നിങ്ങളുടെ ഏരിയയിൽ കുറച്ചും കൂടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി റെക്കഗ്നിഷൻ, ഒത്തിരി പേര് നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു റെപ്യൂട്ടേഷൻ, നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു ഐഡിയ, അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ഒരു ചാലഞ്ച്, ഒരു എന്താ പറയുക, ഒരു ചാലഞ്ചായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു വീക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് ഓവർ എക്സ്പെക്റ്റേഷൻസ് ആണ്. നിങ്ങളുടെ മുകളിൽ മറ്റുള്ളവർ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് ഉയരണം, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്ന പോലെ ഔട്ട്പുട്ട് കൊടുക്കണം. ഓക്കെ, ആ ഒരു പ്രഷർ നിങ്ങളെ എന്താ പറയുക, കുറച്ചൊന്ന് നിങ്ങളെ തളർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്തെല്ലാം കുറച്ചും കൂടെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. ഓക്കെ, ഈ ഒരു വീക്ക് വന്നിട്ട്. Thank you. Pile number 2. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമം തട്ടിയ എന്തെങ്കിലുമൊക്കെ എനർജി, അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ്, കുറച്ച് പേർക്ക് ഒരു റെക്കഗ്നിഷൻ.
ഓക്കെ, അതെല്ലാം ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ വർക്ക്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ എഫേർട്ടിന് ഈ ഒരു വീക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മെയിനായിട്ട് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, വ്യക്തിബന്ധങ്ങളിൽ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ടോക്സിക് എനർജി, പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ടോക്സിക് എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന എനർജിയും ആകാം. ഓക്കെ, അപ്പോൾ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെൽഫ് വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് കുറച്ചും കൂടെ നിങ്ങൾ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 2. Give us your cares. Dear God and Archangel Raphael, I am willing to release any fears to you. Please allow me to completely let go so that you can fully guide me in this situation. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, പേടി, ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ടുള്ള പേടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, എന്ത് എനർജിയും ആയിക്കോട്ടെ, അത് കുറച്ചും കൂടെ ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്ഡ് വൺസ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ കെയർ, അറ്റൻഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് ഹൈഡ്രേഷനാണ് വന്നേക്കുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, അതും ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. താങ്ക് യു. പായൽ നമ്പർ 2യുടെ എഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിൽ വന്നിട്ട്? താങ്ക് യു. ഐ ഹാവ് ദ പവർ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ വേൾഡ്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പവർ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പവർ ഉണ്ട് ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കണ്ടോ, ബാക്കിൽ വന്നിട്ട് ഐ ആം അറ്റ് പീസ് വിത്ത് മൈ പാസ്റ്റായിട്ട് പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള എൻവയറമെൻറ്റിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, ഏതൊക്കെ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പായൽ നമ്പർ 3. പായൽ നമ്പർ 3. ക്യൂൻ ഓഫ് സ്ട്രെങ്ത് ആണ് വന്നേക്കുന്നത്. ഇവിടെ ഈ ഒരു വീക്ക് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട്സ്, എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഈ ഒരു വീക്ക് സൈൻ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ ഈ ഒരു വീക്ക് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പവർ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് ലോസ്, അതായത് നിയമങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കുറച്ചൊന്ന് ഫോളോ ചെയ്യാനായിട്ടും കുറച്ച് എത്തിക്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കാരണം ഇത് പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്, പക്ഷെ അതേ സമയം തന്നെ
എന്താ പറയുക, ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി, കാരുണ്യത്തിൻ്റെ എനർജി, ഓക്കെ, അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 3. ഓക്കെ, 2 of Swords, 4 of Wands, Page of Pentacles, 5 of Wands. ഓക്കെ, ഈ ഒരു വീക്ക് ഹെൽത്തി കോമ്പറ്റീഷൻ, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളുടെ ലൈഫിൽ കോമ്പറ്റീഷൻ, അതായത് മുന്നേറാനായിട്ട് നമുക്കൊരു പ്രചോദനം കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ അത് ഹെൽത്തി വേയിൽ, നല്ല രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക, പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക, അതെല്ലാം ചെയ്യുക. പക്ഷേ അവിടെ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു 2 of Swordsൻ്റെ എനർജി വന്നിട്ട് മെൻ്റൽ ടെൻഷൻസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുള്ള സബ് കോൺഷ്യസ് ബ്ലോക്സ് ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ടും പ്രത്യേകം ഈ ഒരു വീക്ക് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒരു ഫെയിലിയറാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അത് സാധിച്ചില്ല, അപ്പോൾ ഒരു എനർജി, എന്താ പറയുക, എനർജി ലോയിലോട്ട് പോകുക, ഒരു സാഡ്നെസ്സിൻ്റെ എനർജിയിലോട്ട് പോകുക. അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കാരണം ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് പിന്നീട് നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ ഇത് സംഭവിക്കാതിരുന്നത് നന്നായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയായി മാറുമായിരുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഈ ഒരു വീക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, എങ്ങനെയാണ് ഡിവൈൻ വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് എൻ്റെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, അതെല്ലാം കുറച്ച് മനസ്സിലാക്കുന്നത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ട് ഗ്രൗണ്ടിങ് എനർജി, ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ട്രാവൽ പ്ലാൻസ് ഇടുന്നുണ്ട്, കൾച്ചറലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഈ പറഞ്ഞ എനർജി ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഒത്തിരി കാർഡ്സ് വന്നു, നമുക്ക് എടുക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 3. ഓക്കെ, പേജ് ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നതാണ്. ന്യൂസ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇൻ്റലിജൻസ് കൂട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവേക്കനിങ് കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആയിരിക്കാം. ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതാണ്. അവരുടെ മേഖലയിൽ അവർ നന്നായിട്ട് ശോഭിക്കുന്നതായിട്ട്, പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റും ഈ ഒരു വീക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയാണ്. 5 ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് വാൻഡ്സ്, കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേരോട് കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാഡ്നെസ് ഉണ്ടെങ്കിൽ ആ ഒരു എനർജി തന്നെ ഇരുന്നുകൊണ്ടിരിക്കാതിരിക്കുക. അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം, എങ്ങനെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ,
കാരണം ഈ ഒരു എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് സ്ട്രെങ്ത്തിൻ്റെ എനർജി ചൂസ് ചെയ്യുക. ഡെത്ത്. വാവ്. ഇവിടെ റിലേഷൻഷിപ്സിൽ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ്, ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി മാറ്റങ്ങളിൽ കൂടെ പോകുന്നതാണ് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ബാക്കിൽ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ ഹാർട്ട് ബ്രേക്ക്, എന്തെങ്കിലുമൊക്കെ വിഷമം നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് പേര് നിങ്ങളുടെ അഗെയിൻ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ ആ ഒരു പവർ, അതിൽ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഈ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. പ്രെയർ വർക്ക്സ്. നിങ്ങളോട് പ്രേ ചെയ്യാനായിട്ടാണ്, പ്രാർത്ഥിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. Dear God and Archangel Raphael, thank you for hearing and answering my prayers. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മെൻ്റൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്, സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒത്തിരി പേരുടെ എനർജീസ്, ഒത്തിരി പേര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകാം, പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഇവിടെ പറയുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം, എന്ത് ചൂസ് ചെയ്യണം, എങ്ങനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങളോട് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുന്നില്ല, അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. പക്ഷേ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, ഡിവൈൻ്റെ ആ ഒരു ഓർഡറിൽ വരുന്നതാണ്. അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ബാക്കിൽ വന്നിട്ട് ഇന്നർ അതോറിറ്റി. ഡിയർ ആർക്കേഞ്ചൽ റാഫേൽ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആസ് ഐ ടേക്ക് ബാക്ക് മൈ പവർ ആൻഡ് ലിസൺ ടു മൈ ഇൻറ്റ്യൂഷൻ, ഡിസയേഴ്സ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ അതോറിറ്റി, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ച് എടുക്കാനായിട്ട് ഈ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് അഗെയിൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഒത്തിരി സീരിയസ് എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫൺ എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ എല്ലാം ഒരു ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെയും ഹീലിംഗ് സംഭവിക്കുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 3യുടെ അഫർമേഷൻ എന്താണ്? ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി. കുറച്ചുകൂടെ ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈശ്വരൻ തന്നേക്കുന്ന ആ ഒരു നാച്ചുറൽ എബിലിറ്റീസ്, ഓക്കെ, ഗിഫ്റ്റ്സ്, ടാലൻസ്, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ബോഡിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. അതെല്ലാം കുറച്ചും കൂടെ എന്താ പറയുക, പോസിറ്റീവ് വേയിൽ നോക്കിക്കാണാനായിട്ട്, കുറച്ചും കൂടി ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. ബാക്കിൽ വന്നിട്ട് ഐ ആം ഡിസേർവിങ് ഓഫ് ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് കം മൈ വേ. ഓക്കെ, എൻ്റെ ലൈഫിലോട്ട് വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാൻ അർഹിക്കുന്നുണ്ട്. ആ ഒരു എനർജി ചൂസ് ചെയ്യുക. എഗെയിൻ ആ ഒരു സെൽഫ് വർത്തിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഉപയോഗിച്ചിട്ട് പോസിറ്റീവ് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അഫർമേഷൻ താഴെ എഴുതാവുന്നതാണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.